ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ കർദിനാൾമാരുടെ കൗൺസിൽ യോഗം ജൂൺ 17 ആരംഭിച്ചു. റോമൻ കൂരിയയെ നവീകരിക്കുന്നതിലും സഭയുടെ ഭരണത്തിൽ സഹായിക്കുന്നതിനുമായി 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് C9. 2024 കർദിനാൾമാരുടെ ഈ കൗൺസിൽ യോഗം മൂന്നാമത്തെ തവണയാണ് ഒത്തുചേരുന്നത്. ഇതിനു മുൻപ് ഏപ്രിലിലാണ് യോഗം നടന്നത്. സമീപകാല യോഗങ്ങളിൽ കൗൺസിൽ അംഗങ്ങൾ സഭയിലെ സ്ത്രീകളുടെ പങ്ക് ചർച്ച ചെയ്യുകയും സിസ്റ്റർ റെജീന ഡി കോസ്റ്റ പെഡ്രോ, പ്രൊഫസർ സ്റ്റെല്ല മോറ എന്നിവരുടെ അഭിപ്രായങ്ങൾ ശ്രവിക്കുകയും ചെയ്തിരുന്നു. 2023 മാർച്ച് 7 കർദിനാൾമാരുടെ കൗൺസിൽ C9 എന്ന പേരിൽ നിലവിൽ വന്നത്. സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾമാരായ പിയട്രോ പെരോളിൻ ഉൾപ്പെടെ 9 പേരാണ് ഈ കൗൺസിലിൽ ഉൾപ്പെടുന്നത്. ഒറീസയിലെ റൂർക്കേല രൂപതയിലെ ഇടവകയിൽ 2 കത്തോലിക്ക വൈദികരെ ക്രൂരമായി ആക്രമിച്ച് മോഷണം നടത്തി. ജൂൺ 15 മുഖം മൂടി ധരിച്ച ഒരു സംഘം വൈദിക മന്ദിരത്തിലെത്തിയാണ് ആക്രമണം നടത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തത്. സുന്ദർഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റൂർക്കേല രൂപതയുടെ ഇടവകയായ ജോറ ബഹാലിലാണ് ഗുരുതരമായ ആക്രമണം നടന്നത്. മുഖംമൂടി ധരിച്ച ഒരു കൂട്ടം ആളുകൾ രാത്രി വൈദിക മന്ദിരത്തിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. ഇടവക വികാരി ഫാദർ എലോയി സാൽസോ, സഹവികാരി ഫാദർ നിരിയൽ ബിലൂങ് എന്നിവരെ ഹോക്കി സ്റ്റിക്കുകളും ഇരുമ്പുവടികളും ഉപയോഗിച്ച് മർദ്ദിക്കുകയും സ്കൂളിനും ഹോസ്റ്റലിനും വേണ്ടി സൂക്ഷിച്ചിരുന്ന പണം കവരുകയും ചെയ്തു. പരിക്കേറ്റ വൈദികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ജൂൺ 28, 29, 30 തീയതികളിലായി ഇടുക്കി രൂപതയുടെ ആതിഥേയത്വത്തിൽ നെടുങ്കണ്ടം കരുണ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെടാനിരിക്കുന്ന സംസ്ഥാന പരിസ്ഥിതി പഠന ശിബിരത്തിന്റെ ലോഗോ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ നിർവഹിച്ചു. KCYM സംസ്ഥാന പ്രസിഡന്റ് MJ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ്, KCYM ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ, ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ SABS, രൂപത പ്രസിഡന്റ് ജെറിൻ ജെ, ജനറൽ സെക്രട്ടറി സാം സണ്ണി, SMYM സംസ്ഥാന പ്രസിഡന്റ് അലക്സ് തോമസ്, സംസ്ഥാന ഭാരവാഹികളായ അനു ഫ്രാൻസിസ്, ഷിബിൻ ഷാജി, മെറീറ്റ തോമസ്, സുബിൻ കെ സണ്ണി, മെറിൻ MS, ഡിബിൻ ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടന്ന ഉക്രൈനിയൻ സമാധാന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രതിനിധീകരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പെരോളിൻ പങ്കെടുത്തു. ഉക്രൈനിയൻ തടവുകാരെ മോചിപ്പിക്കാനുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിജ്ഞാബദ്ധത കർദിനാൾ പെരോളിൻ ആവർത്തിച്ചു വ്യക്തമാക്കി. ജൂൺ 15 16 ഇടയിൽ സ്വിസ് കോൺഫെഡറേഷന്റെ പ്രസിഡന്റ് വിയോല ആംഹേർഡിന്റെയും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെയും സംയുക്ത ക്ഷണം സ്വീകരിച്ച ശേഷമായിരുന്നു പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധിയായി കർദിനാൾ പെരോളിൻ പങ്കെടുത്തത്. പള്ളിപ്പുറം കുഴുപ്പിള്ളി വില്ലേജുകളിലായി തീറാധാരം ലഭിച്ച് കൈവശാവകാശത്തോടുകൂടി വീട് വെച്ച് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതിനും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും ഉൾപ്പെടെ സാധാരണ ഭൂവുടമകൾക്കുള്ള എല്ലാ അവകാശങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പുരയിടം നഷ്ടമാകുമെന്ന ആശങ്കയിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യവുമായി സംസ്ഥാന സമിതി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു.